ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആ പാർട്ടി ഇപ്പോൾ ഭരണകക്ഷിയാണ്. യു ഡി എഫിലെ രണ്ടാം കക്ഷിയാണ്. ആ, പിന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി കൂടെയാണ്. അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായ ഒരു ഓൺലൈൻ മാഗസിൻ പുറത്തിറക്കി. അതിൻ്റെ ഡിസൈനിലും കെട്ടിലും മട്ടിലും ഒക്കെ വളരെ മനോഹരമാണ് എന്നുള്ളതല്ല, അതിലെ ലേഖനങ്ങൾ കേരള സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നന്മയും വളർച്ചയും കണ്ടുകൊണ്ടുള്ള വളരെ ഗൗരവമുള്ള ലേഖനങ്ങളാണ് അതിൽ വരുന്നത്. അതിലെഴുതുന്നത് ലീഗുകാർ മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടിട്ടുള്ള അക്കാഡമിഷ്യൻസ്, സയൻറ്റിസ്റ്റുമാർ, ടെക്നോക്രാറ്റുകൾ, പൊളിറ്റിക്കൽ ലീഡർമാർ എല്ലാവരും ഉണ്ട്, കൾച്ചറൽ ലീഡേഴ്സ് എല്ലാവരും എഴുതുന്ന മനോഹരമായ ഒരു മാഗസിനാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിലിടുന്നുണ്ട്, നിങ്ങൾ വായിക്കണം. ഞാൻ ഇപ്രാവശ്യം കേരളത്തിൻ്റെ പരിസ്ഥിതി സൗഹൃദ കേരളമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം, എൻ്റെ വകയും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മാനേജിങ് എഡിറ്റർ അത് കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. 10ാമത്തെ ലക്കം ഇപ്പോൾ ജൂണിൽ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് ആ മാഗസിൻ്റെ ഹാരിഫ് PK ആണ്. ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് TPM ബഷീർ ആണ്. അതിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിട്ടുള്ളത് ഹഫ്സൽ റഹ്മാൻ NK ആണ്. അതുപോലെ തന്നെ സബ് എഡിറ്ററായിട്ടുള്ളത് ഫൈസൽ മാലിക്കാണ്. അസിസ്റ്റൻ്റ് എഡിറ്റർമാരായിട്ടുള്ളത് ഇർഷാദ് മുണ്ടക്കുളം, സിറാജ് ആലുവ, അതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ളത് അബ്ദുൽ ജബ്ബാർ PP. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു മാഗസിനാണത്. അത് അത് ഇത് നമ്മുടെ വെബ്സൈറ്റിലും ആ മാഗസിൻ കിട്ടും. അതിനകത്ത് വളരെ രസകരമായ ആർട്ടിക്കിൾസാണ് ഉള്ളത്. പുതിയുഗ സർക്കാരിൻ്റെ പുതിയുഗ പ്രതീക്ഷകൾ, അതുപോലെ തന്നെ പരിസ്ഥിതിയിലും ഇനി വേണ്ടത് കേരള പരിസ്ഥിതിയിലും ഇനി വേണ്ടത് പരിസ്ഥിതി സൗഹൃദ ആനന്ദ കേരളം, അതുപോലെ തന്നെ വിണ്ണിലുയർന്ന് പറക്കുക നീ, അതിൽ അങ്ങനെ ഓരോ രാഷ്ട്രീയം, പ്രകൃതി പറയുന്ന ഭാവി തുടങ്ങി പരിസ്ഥിതിയെയും വെള്ളത്തെയും പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തെയും പ്രകൃതിയെയും ഒക്കെ കുറിക്കുന്ന, ദുരന്ത പരിപാലനം ഒക്കെ കുറിക്കുന്ന ഒരുപാട് ലേഖനങ്ങളുണ്ട് അതിനകത്ത്, ഓരോ ലക്കത്തിലും. അപ്പോൾ പഴയ ലക്കങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായി ഇത് വായിക്കണം. നല്ല മനോഹരമായൊരു മാഗസിനാണത്. ഞാൻ ഈ പറഞ്ഞതുപോലെ അത് പച്ച എന്നാണ് അതിൻ്റെ തന്നെ പേര്. മാഗസിൻ്റെ ലിങ്ക് ഞങ്ങൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അത് എല്ലാവരും വായിക്കണം. കാരണം ഒരുപാട് പുതിയ അറിവുകളാണ് കേരളത്തെക്കുറിച്ചുള്ള, പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകൾ, സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ ഒക്കെ എഴുതുന്ന മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാഗസിനാണ്. പച്ച വെബ്സിൻ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അത് ജൂൺ ലക്കത്തിൻ്റെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇടാം. ആ ലിങ്ക് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രീൻ മീഡിയ ചാനൽ എന്ന് പറയുന്ന അതിലും ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ കൃത്യമായി ആളുകൾക്ക് ഇത് പുതിയ അറിവ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് പുതിയ ആശയങ്ങൾ, പുതിയ അറിവ്, പുതിയ ചിന്തകൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ കേരളത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പുതിയുഗ പിറവിയാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കി, തർക്കമുണ്ടാക്കി, ആടിനെ പട്ടിയാക്കി, തനിക്കാക്കി ബെടക്കാക്കി നടക്കുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന, ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്ന മനോഹരമായ ഒരു സമൂഹമായി നമുക്ക് മാറാം. അതിൽ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എല്ലാവരും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ പുതിയ കാര്യങ്ങൾ വായിക്കുക, എഴുതുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ പച്ച മാഗസിനിൽ വളരെ മനോഹരമായ ആർട്ടിക്കിൾസ് വരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു. അതിൻ്റെ സംഘാടകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഞാനിപ്പോൾ എൻ്റെ ലേഖനം ഉള്ളത് കൊണ്ടല്ല, ഞാൻ ധാരാളം എഴുതുന്ന ആളാണ്, ധാരാളം ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ലേഖനം ഇട്ടത് കൊണ്ടല്ല ഇത് പറയുന്നത്, ധാരാളം പേര് എൻ്റെ ലേഖനം ഇടാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതല്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ലേഖനങ്ങളാണ് അതിനകത്ത് വരുന്നത്. പഴയ ലേഖനങ്ങളും നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ ലഭ്യമാണ്. കൃത്യമായി വിദ്യാർത്ഥികൾ, ഗവേഷണം നടത്തുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു പുസ്തകമാണത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആണ് നടത്തുന്നതെന്ന് വിചാരിച്ച് രാഷ്ട്രീയമല്ല അതിനകത്ത് കൂടുതൽ പറയുന്നത്. കേരളത്തിൻ്റെ സംസ്കാരം, പരിസ്ഥിതി, ജലം, മാലിന്യ സംസ്കരണം, ദുരന്ത പരിപാലനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മാനവികത തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ ഒരു വില കേരള സമൂഹത്തിൽ ഉണ്ടെന്ന്